ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ റീസ്റ്റോറേഷൻ വണ്ടിയുടെ രണ്ടാമത്തെ പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, കാരണം ഇതുപോലത്തെ കണ്ടൻസ് ഇനിയും ഒരുപാട് വരുന്നുണ്ട്. സ്റ്റേ ട്യൂൺഡ്. ഇത് നമ്മുടെ നെക്സ്റ്റ് ഡേ ആണ്. ഞാൻ ഓൾറെഡി നമ്മുടെ കൂളൻ്റ് ട്രെയിൻ ചെയ്തിട്ടായിരുന്നു, നമ്മുടെ എൻജിൻ ഓയിലും ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ എക്സോസ്റ്റും ഈ പൈപ്പ് കംപ്ലീറ്റ് അവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പോകുന്നു. കാര്യം എനിക്കിവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. മാത്രമല്ല ഞാനിപ്പോൾ ബ്രേക്ക് കംപ്ലീറ്റ് ബ്ലീഡ് ചെയ്തിട്ട് ഒന്നേന്ന് ഫ്രഷ് ആയിട്ട് അതിലോട്ട് ഫില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് എനിക്ക് ഫ്രണ്ടിലത്തെ കാലിപ്പർ ഊരിയിടണം, ബാക്കിലത്തെ കാലിപ്പർ ഊരിയിടണം. അത് ഈസി ആക്സസ് കിട്ടണമെങ്കിൽ എനിക്ക് ഈ എക്സോസ്റ്റ് എനിക്ക് റിമൂവ് ചെയ്താലേ പറ്റത്തുള്ളൂ. പിന്നെ അത് മൊത്തത്തിൽ റിമൂവ് ചെയ്ത് എനിക്കൊന്ന് അവിടെ മൊത്തത്തിൽ നിന്ന് ക്ലീൻ ചെയ്യണം. കാരണം ഒത്തിരി അഴുക്കൊക്കെ അതിൽ പിടിച്ചിരിപ്പുണ്ട് എഞ്ചിനിൽ. മാക്സിമം എഞ്ചിനെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാനാണ് അത് അത്രയും ഞാൻ ഊരിയെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ ബ്രേക്ക് ബ്ലീഡ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എക്സോസ്റ്റൊക്കെ ഊരുന്നത് നോക്കാം. അങ്ങനെ നമ്മൾ എക്സോസ്റ്റ് ഊരിയൊക്കെയാണ്. എക്സോസ്റ്റ് ഊരാനായിട്ട് നമുക്കത് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, നമ്മുടെ ഇവിടെ ആയിട്ടൊരു ബോൾട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ എഞ്ചിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്. പിന്നെ വരുന്നത് നമ്മുടെ ഇവിടുത്തെ എഞ്ചിനിൽ മൗണ്ട് ചെയ്യുന്ന ഈ രണ്ട് ഇതാണ് നമ്മുടെ മെയിനായിട്ട് ബോൾട്ട്. നമുക്കവിടെ പുതിയ ക്രഷ് വാഷർ യൂസ് ചെയ്യണം, പക്ഷേ ഞാൻ മേടിച്ചിട്ടില്ല. എന്നാലും പഴയത് തന്നെ ഫിക്സ് ചെയ്യാൻ പോവുകയാണ്. കാരണം കുറച്ചുകൂടി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് സീലായിക്കോളും. ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയത് വാങ്ങിച്ച് ഞാൻ ഇടും. ചെയ്യാൻ പോകുന്ന ഈ ഏരിയയിൽ നന്നായിട്ടൊന്ന് സോപ്പ് വെള്ളം വെച്ച് കഴുകുന്നുണ്ട്. ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഞാൻ അത് ഊരിയെടുക്കുന്ന കാലിപ്പർ. ഫ്രണ്ടിൽ നമുക്കധികം ക്ലീൻ ചെയ്യാനായിട്ടില്ല, എന്നാലും ഒന്ന് തുടച്ചൊന്ന് വൃത്തിയാക്കി ഫ്രണ്ട് കാലിപ്പറും ഊരുന്നുണ്ട്. ഇതൊക്കെ ഊരാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം നമുക്ക് ഇവിടെ രണ്ട് ബോൾട്ടുണ്ട്. ഈ രണ്ട് ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാലിപ്പർ ഊരിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഈ രണ്ട് ബോൾട്ട് ഊരിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കാലിപ്പർ നമുക്ക് ഈസിയായിട്ട് ഊരിയെടുക്കാൻ പറ്റും. നമുക്ക് ഈ സെൻസർ ഊരിയെടുക്കേണ്ട ആവശ്യം വരത്തില്ല, കാരണം ഓൾറെഡി നമുക്ക് ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്. ആ ബ്രാക്കറ്റിൽ മൗണ്ട് ചെയ്തിട്ടുണ്ട്. അത്രയൊക്കെ തന്നെയാണ്. എന്തായാലും ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. ഇനിയിപ്പോൾ ഈ കാലിപ്പർ റിമൂവ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവിടുത്തെ നമ്മുടെ ബ്രേക്ക് പാഡിനെ ഫിക്സ് ചെയ്തിരിക്കുന്ന ഈ ബോൾട്ടിനെ ഊരുന്നുണ്ട്. അത് ഊരിയതിന് ശേഷമായിരിക്കും ഞാൻ ഈ കാലിപ്പർ ഇവിടെ നിന്ന് ഊരുന്നത്. അതിനുവേണ്ടി നമുക്ക് രണ്ട് മെഷർമെൻറ്റാണ് വരുന്നത്. ഇവിടെ 12mm ബോൾട്ടും ഇവിടെ 14 ആണെന്ന് തോന്നുന്നു. ഇത് രണ്ടുമാണ് വരുന്നത്. ഇത് സെപ്പറേറ്റ് രണ്ട് ടൈപ്പ് ബോൾട്ടാണ്. അപ്പം ഞാൻ ഇനിയിപ്പോൾ അത് റിമൂവ് ചെയ്ത് ഇതിനെ ലൂസാക്കി ഇടാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പോയി ഫ്രണ്ടിലത്തെ കാലിപ്പറും ഊരിയിടും. നമ്മൾ കാലിപ്പർ ഞാൻ ഊരിയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ കണ്ടീഷൻ. ഇച്ചിരി അത്യാവശ്യം അഴുക്കുണ്ട്, വലിയ മോശമൊന്നുമില്ല. എന്നാലും കുറച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ നല്ല വൃത്തിയാവും. പക്ഷെ നമുക്കിപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ഈ പെഡൽ ഉണ്ടോ ഇത്രയും ട്രാവൽ കിടക്കുകയാണ്. മാത്രമല്ല ഇതിവിടെ വർക്കാവുന്നില്ല. മാസ്റ്റർ സിലിണ്ടർ ഒന്ന് സർവീസ് ചെയ്യാണ്ട് നമുക്ക് ബാക്ക് ഇത് ഊരി വരത്തുമില്ല. ഇപ്പോൾ അതാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ഫ്ലൂയിഡ് ചേഞ്ച് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അത്. ഞാനിപ്പോൾ മാസ്റ്റർ സിലിണ്ടർ ഒന്ന് സർവീസ് ചെയ്യാൻ നോക്കാം. ഓക്കെ ആവുകയാണെങ്കിൽ നമുക്ക് ബാക്കിലത്തേക്ക് പിസ്റ്റൺ ഈസി ആയിട്ട് ഊരി വരും. കാരണം നമ്മളിവിടെ പമ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. നമ്മുടെ ഇവിടുത്തെ പിസ്റ്റൺ, അതായത് അതിനകത്തുള്ള നമ്മുടെ കാലിപ്പറിനകത്ത് വരുന്ന പിസ്റ്റൺ, അതായത് പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ സംഭവമാണ്, ഈ കാണുന്നതാണ് അതിൻ്റെ പിസ്റ്റൺ എന്ന് പറയുന്നത്. അത് ഊരി വരും. അതാകുമ്പോൾ നമുക്ക് ഊരി ഒന്ന് സർവീസ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ബാക്ക് നോക്കേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ ഫ്രണ്ടിലോട്ട് നമുക്ക് നോക്കാം. ഫ്രണ്ടിലത്തെ കാലിപ്പറും കൂടെ നമുക്ക് ഊരി നോക്കാം എങ്ങനെയാണെന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഫ്രണ്ട് കാലിപ്പർ ഞാൻ ഊരിയിട്ടുണ്ട്.
കണ്ടീഷൻ കുറച്ച് മോശമെന്ന് പറയാനില്ല, എന്നാലും കുറച്ച് അഴുക്കൊക്കെ ഇരിപ്പോൾ നമുക്കത് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുക്കാമെന്നുള്ളേ ഉള്ളൂ. വേറെ ഇഷ്യൂ തന്നെ അതിലില്ല. മാത്രമല്ല അത് പ്രോപ്പറായിട്ട് നമ്മുടെ പിസ്റ്റൻസ് പുറത്തോട്ട് വരുന്നതാണ് നമ്മൾ പമ്പ് ചെയ്യുമ്പോഴത്തേക്കും. ഫ്രണ്ട് മാസ്റ്റർ കുഴപ്പമൊന്നുമില്ല, റിയറാണ് പ്രശ്നം. ഇനിയിപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്ന റിയർ മാസ്റ്റർ, അതായത് നമ്മുടെ റിയർ മാസ്റ്റർ വരുന്നത് ഇവിടെ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിയർ മാസ്റ്റർ എന്ന് പറയുന്നത്, ഇതിനകത്തായിരിക്കുന്നത്. ഇവിടെ നമുക്ക് 5 mm 2 ബോൾട്ടുണ്ട്. അത് ലൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ മാസ്റ്റർ ഊരിയെടുക്കാം. അത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ലിങ്ക് വരും. അത് രണ്ട് നമുക്ക് ബാക്കിലൊരു ചെറിയ പിന്ന് വെച്ചിട്ടാണ് ലോക്ക് ചെയ്തേക്കുന്നത്. പിന്ന് റിമൂവ് ചെയ്തിട്ട് ഈ പിന്നിനെ ഊരിക്കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ലിവറും മാസ്റ്ററുമായിട്ട്. അങ്ങനെ കാലിപ്പറെല്ലാം തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ പിസ്റ്റണും ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മുടെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പിസ്റ്റൺ അതിലോട്ട് തിരിച്ച് ഇൻസേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഡോട്ട് 4ൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡാണ്. നിങ്ങൾക്കിവിടെ സിലിക്കൺ ബേസ്ഡുള്ള ഗ്രീസ് യൂസ് ചെയ്യാം. നോർമൽ പെട്രോളിയം ഗ്രീസ് നിങ്ങൾ യൂസ് ചെയ്യരുത്. കാര്യം നിങ്ങളുടെ അവിടെ വരുന്ന ഒരു റബ്ബർ സീലുണ്ട്, ഒരു ഓയിൽ സീലുണ്ട്. അതിൻ്റെ ലൈഫിനെ അത് ബാധിക്കും. ഒരിക്കലും അത് യൂസ് ചെയ്യരുത്. നമുക്കിനി എന്താണ് അത് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. ഇനിയിപ്പോൾ നമ്മുടെ കാലിപ്പർ, ഞാൻ ഫ്രണ്ട് കാലിപ്പർ വണ്ടിയിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് അവിടെ ആ റോഡ് കാണാം. അതിൽ ഈസിയായിട്ട് നിങ്ങൾക്ക് അത് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് അത് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ കാലിപ്പറിലും അത് കണക്കൊരു ഇതുണ്ട്. അത് നമ്മുടെ ബൂട്ടുമായിട്ട് മാച്ച് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഭയങ്കര ഈസിയാണ് ആ പ്രോസസ്സ്. പിന്നെ നമുക്ക് വരുന്ന 2 ബോൾട്ടാണ്. അത് വെച്ച് നമുക്ക് ഫിക്സ് ചെയ്യാം. അതിന് മുമ്പ് നമുക്ക് അതിൽ ബ്രേക്ക് പാഡ്സും കൂടെ ഞാൻ അതിൽ വെച്ച് ഓൾറെഡി അസംബിൾ ചെയ്തിട്ടാണ് ഞാൻ നമ്മുടെ ഇതിൽ വണ്ടിയിലോട്ട് ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനിയിപ്പോൾ നമുക്ക് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ലൈൻസാണ്. അത് നമ്മുടെ ബ്രേക്ക് ഫ്ലൂയിഡ് വരുന്ന ലൈൻസാണ് ഇനിയിപ്പോൾ നമ്മുടെ കാലിപ്പറായിട്ട് കണക്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബാൻജോ ബോൾട്ട് ഉണ്ട്. ബാൻജോ ബോൾട്ട് നമുക്ക് 2 ക്രഷ് വാഷറും വരുന്നുണ്ട്. ഇത് കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ക്രഷ് വാഷർ കഴിഞ്ഞിട്ട് നമ്മൾ ലൈൻസ് വരും. അത് കഴിഞ്ഞിട്ട് ഒരു ക്രഷ് വാഷറും കൂടെ വരും. അങ്ങനെയാണ് അത് സീൽ ചെയ്യുന്നത്. ആ ഓർഡറിൽ തന്നെ ഇത് ഫിക്സ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഭയങ്കര സ്ട്രെയിറ്റ് ഫോർവേഡാണ് പ്രോസസ്സ്. നിങ്ങൾക്കത് ഇവിടെ കാണാം. ഫ്രണ്ട്സ്, നമ്മൾ ബ്രേക്സ് എല്ലാം സെറ്റ് ചെയ്തായിരുന്നു. നമ്മുടെ ഇത് ഇച്ചിരി സ്റ്റബാണായിരുന്നു. നമുക്കൊന്ന് ഊരി വരാനൊക്കെ ഇച്ചിരി ടൈം എടുത്തു. അതുകൊണ്ട് തന്നെ കുറച്ച് ഹാമറൊക്കെ ചെയ്താണ് ഇത് ഊരി എടുത്തത്. ഇത് നമുക്ക് ഈ പാർട്സൊക്കെ പിന്നീട് റീപ്ലേസ് ചെയ്യാം. തൽക്കാലത്തേക്ക് നമുക്ക് ഇത്രയും മതി. ഞങ്ങളുടെ ബ്രേക്സൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. മാത്രമല്ല സോഫ്റ്റ് ഉദ്ദേശിച്ച് കുറച്ചുകൂടെ കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടുണ്ട്. നേരത്തെ ഒരു പിടുത്തമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ ആയിട്ട്. നമ്മളിപ്പോൾ അതൊക്കെ മാറ്റി അതെല്ലാം റെഡി ചെയ്തു, ബ്ലേഡ് ചെയ്തു. ബ്രേക്സൊക്കെ സെറ്റ് ചെയ്തു, നല്ല ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒത്തിരി ഓയിലുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ സോപ്പ് വെള്ളം വെച്ചിട്ട് കഴുകിയിട്ടുണ്ട്. നമുക്കിനി ഇതാണ് നമ്മുടെ നടുക്കത്തെ പിസ്റ്റൻ്റെ ഇത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന റിവേഴ്സ് പ്രോസസ്സാണ്. അതായത് നമ്മൾ ഈ വലിയ 50 ml ആണെന്ന് തോന്നുന്നത്. ഇതിനകത്ത് നമ്മൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പമ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ലൈനിൽ കൂടെ തന്നെ കയറി നമ്മൾ ടോപ്പിലത്തെ റിസർവറിലേക്ക് വരുന്നതാണ്. പഴയ അതിനകത്ത് കിടക്കുന്ന അഴുക്കെല്ലാം കൂടെ തന്നെ അതിൽ വരും. അതിനെ ക്ലീൻ ചെയ്തിട്ട് നമ്മളതിൽ ഫ്രഷ് ഫ്ലൂയിഡ് ഒഴിച്ച് ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ ബ്രേക്ക് കാലിപ്പർ ഫിക്സ് ചെയ്യണം. ഞാൻ ഇതുവരെ അത് അസംബിൾ ചെയ്തിട്ടില്ല. ഫ്രണ്ട് മാത്രമാണ് അസംബിൾ ചെയ്ത് ഞാനിപ്പോൾ ഫിക്സ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കിലത്തെയും കൂടെ ഫിക്സ് ചെയ്തതിന് ശേഷം, അതായത് അസംബിൾ ചെയ്തതിന് ശേഷം നമുക്കതിൽ ഫിക്സ് ചെയ്യാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റബ്ബർ ബൂട്ട് വരുന്നിടത്ത്, അതായത് കാണുന്നുണ്ടോ? ഓക്കെ, ഈ റബ്ബർ ബൂട്ട് വരുന്നിടത്ത് നമുക്ക് ഇത് വേണ്ട സിലിക്കൺ ഗ്രീസാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ഗ്രീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ റബ്ബറൊക്കെ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോവും. മാത്രമല്ല ഇവിടെ ഒരു ബ്രാക്കറ്റ് വരുന്നുണ്ട്. ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ബ്രാക്കറ്റ് വരും. അത് ഇട്ടിട്ട് വേണം നമ്മൾ ബ്രേക്ക് ഫിക്സ് ചെയ്യാൻ. കാരണം അതിലാണ് നിന്ന് സ്ലൈഡ് ചെയ്യുന്ന ബ്രേക്ക്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കിനി അത് ഫിക്സ് ചെയ്യാം. നമ്മുടെ റിയർ കാലിപ്പറാണിത്. ഇതിനകത്ത് നിങ്ങൾക്കൊരു സ്പ്രിങ് കാണാം. സ്പ്രിങ് എന്ന് ഉദ്ദേശിച്ചത് ഇതാണ്. ഇത് ഫിക്സ് ചെയ്യണം. കാരണം ഇതാണ് നമ്മൾ ആ ഒരു ബ്രേക്കിനെ പ്രോപ്പർ ടെൻഷനിൽ നിർത്തുന്നതും മാത്രമല്ല ഇതിൻ്റെ പുറത്താണ് സ്ലൈഡ് ചെയ്യുന്നതും. അതുകൊണ്ട് അതൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യാം. ഒന്നുകൂടെ ക്ലീൻ ചെയ്തു. കാരണം അതിൽ നിങ്ങൾക്കൊരു ബ്ലാക്ക് ഷെയ്ഡ് കാണാം. നമ്മൾ ബ്രേക്ക് ഡസ്റ്റാണ് അത് അതിൽ ഒട്ടിയിരിക്കുകയാണ്. അത് ഒന്ന് ക്ലീൻ ചെയ്യണം. ബാക്കി നമ്മുടെ പിസ്റ്റണൊക്കെ നമ്മളൊന്ന് സർവീസ് ചെയ്തായിരുന്നു. മൊത്തത്തിൽ സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്.
സോ പിസ്റ്റൻ്റെ ആക്ഷനൊക്കെ ഭയങ്കര സ്മൂത്താണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബ്രേക്കിങ്ങിലും നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ഇതായിരിക്കും കിട്ടുന്നത്. സോ ബാക്കി നമുക്കിതിലൊന്നും പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല. നമുക്കിനി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 ബോൾട്ട് ഞാൻ അവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇതിനൊന്ന് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ. പിന്നെ നമ്മൾ ബ്രേക്ക് പാഡ്സൊക്കെ ഞാനൊന്ന് സോപ്പ് വെള്ളം വെച്ച് കഴുകി. സോ ഇതാണ് ഞാൻ പറഞ്ഞ ബ്രാക്കറ്റ്. സോ ഇത് വരുന്നത് ഇവിടെയാണ്. സോ ഇതിങ്ങനെ വെച്ചാൽ മതി, അതവിടെ അങ്ങ് ഇരുന്നോളും. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ബാക്കിലത്തെ ബ്രേക്കാണ് ചെയ്യുന്നത്. സോ അതിനുവേണ്ടി നമുക്ക് ആദ്യം തന്നെ ഞാനിവിടെ ഇതൊന്ന് സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് മുമ്പ് ഇവിടുത്തെ ബാക്കിലൊരു പിന്നുണ്ട്, ഞാനത് ഓൾറെഡി ഊരിയിട്ടുണ്ട്. സോ യെസ്, അതങ്ങനെ അത് ഊരിയെടുത്തു. സോ ഇനി ഇത് അവിടെ ഇപ്പോൾ ഊരി കിടക്കുകയാണ്. ഇനി നമുക്ക് ഇവിടുത്തെ 5mm 2 അലൻ ബോൾട്ട് ഉണ്ട്, അത് ഊരിയിട്ട് നമുക്ക് ഈ ബാക്കിലത്തെ മാസ്റ്റർ നമുക്ക് ഊരിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ടബിൻ്റെ ക്യാപ്പ് ഊരണം. അതായത് ഇവിടെയാണ് ഈ ടബ് വരുന്നത്. സോ അതിൽ ക്യാപ്പ് ഊരിയിട്ട് നമുക്ക് അതിനകത്തുള്ള ഓയിലിൻ്റെ കണ്ടീഷൻ ചെയ്യാൻ നോക്കാം. മാത്രമല്ല നേരത്തെ ഞാൻ പറഞ്ഞ റിവേഴ്സ് പ്രോസസ്സാണ്. ഈ സിറിഞ്ചിനകത്ത് നമ്മൾ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് ഇതിനെ ലൂസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് അകത്തോട്ട് പമ്പ് ചെയ്യും. സോ ഇതിനകത്ത് സംഭവം നമുക്ക് കയറുകയും ചെയ്യും ഇവിടെ നിന്നുള്ള, എന്നിട്ട് ഇത് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യും. സോ ഇത് ഇങ്ങോട്ട് കയറി നമ്മുടെ ABSൻ്റെ മൊഡ്യൂളിനകത്ത് പോയിട്ട് അതുവഴി ഇതിൻ്റെ ഈ ലൈനിലേക്ക് കണക്ഷൻ വരും. സോ ഇതുവഴി വന്ന് നമുക്ക് തിരിച്ച് ഇതിനകത്തൂടെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ബബിൾസ് എല്ലാം തന്നെ ഇതുവഴി കയറി തിരിച്ച് ഇതിനകത്തായിരിക്കും വരുന്നത്. നമ്മൾ ബബിൾസ് എല്ലാം ഈ ലൈൻ വഴി പോയി മുകളിൽ കയറി തിരിച്ച് വന്നിട്ട് ഇതിൽ നമ്മൾ മാസ്റ്ററിൽ വന്ന് അതിൽ കൂടെ ഈ ട്യൂബിൽ കൂടെ നമ്മൾ ഈ ടബിലേക്ക് ഇതിനെ എയർ കയറും. സോ അത് കഴിഞ്ഞ് നമുക്ക് മൊത്തം എയർ കഴിഞ്ഞ് പ്രോപ്പറായിട്ട് നമ്മൾ ലിവർ പമ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി നല്ല ഫ്ലൂയിഡ് ഒഴിച്ച് ഫില്ല് ചെയ്ത് അത് ക്ലോസ് ചെയ്യും. സോ അങ്ങനെയാണ് നമ്മൾ ബാക്ക് ബ്രേക്കും ഓവറോൾ നമുക്ക് പണി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചുകൂടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ ഒത്തിരി അഴുക്ക് കാണാം. സോ മണ്ണും ഒറ്റയ്ക്ക് ഇരിപ്പുണ്ട്, അത് മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെയുള്ള നമുക്ക് വർക്ക് തന്നെ നമ്മുടെ ഓയിൽ ഇതുവരെ നമ്മൾ ഫില്ല് ചെയ്തിട്ടില്ല. സോ എഞ്ചിൻ ഓയിൽ ഫില്ല് ചെയ്യുക, അത് കഴിഞ്ഞ് കൂളൻ്റ് ഫില്ല് ചെയ്യും. എന്നിട്ട് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കൂളൻ്റ് കറക്റ്റ് ലെവലാക്കി അതും ക്ലോസ് ചെയ്യും. സോ നമുക്ക് ഓവറോൾ ഇത്രയാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇൻഡിക്കേറ്റേഴ്സ് പുതിയ മേടിച്ചിട്ടുണ്ട്, റിയർ ഇൻഡിക്കേറ്റേഴ്സ്, അത് ഫിക്സ് ചെയ്യും. ഇതാണ് ഓയിലിൻ്റെ കണ്ടീഷൻ. കുറച്ച് കളർ ചേഞ്ച് ആയിട്ട് ഇരിക്കുകയാണ്. കാര്യം ഇതെനിക്ക് തോന്നുന്നു ഒരു റെഡും ഇതായിട്ട് വൈറ്റുമായിട്ടൊക്കെ മാറ്റി ഒഴിച്ചതാണോ എന്നറിയില്ല ഈ ഒരു കളറ്. കാരണം 2 കളറിൽ നമുക്ക് അവൈലബിൾ ആണല്ലോ ബ്രേക്ക് ഫ്ലൂയിഡ്. ഇനി അതങ്ങനെ മിക്സ് ചെയ്ത് ഒഴിച്ചേണ്ടതാണോ ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും ക്ലീനാണ്, വലിയ അഴുക്കും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. എന്തായാലും നമുക്ക് ഇതിനെ ഒന്ന് ചോർത്തി കളയാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുതിയ ഓയിൽ ബാക്കിൽ നിന്ന് പമ്പ് ചെയ്യാം. നമ്മളങ്ങനെ ബ്രേക്ക് സെറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ മാസ്റ്റർ സിലിണ്ടറിന് എന്തോ ഇഷ്യൂ ഉണ്ട്. സോ അത് നോക്കാണ്ട് ഇപ്പോൾ കറൻ്റ് എല്ലാം ഓക്കെയാണ്, പക്ഷേ ലൈനിൽ കറക്റ്റായിട്ട് നമുക്ക് ബ്ലീഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ടൊരു ഇഷ്യൂ ഉണ്ട്. ഞാനത് ചെക്ക് ചെയ്തിട്ട് ഞാൻ പിന്നെ ഫിക്സ് ചെയ്യുന്നതാണ്. സോ എനിവേ എഞ്ചിൻ ഓയിൽ ഞാൻ പുതിയത് ഒഴിക്കാനായിട്ട് പോകുന്നത്. ഓൾറെഡി എൻ്റെ ഓയിൽ ഫിൽറ്റർ ഇവിടെ വരുന്നത്. സോ ഓയിൽ ഫിൽറ്റർ ഞാൻ പുതിയത് ഇട്ടിട്ടുണ്ട്. അടിയിലത്തെ ബ്രേക്ക് നട്ട് ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡ്രെയിൻ നട്ട് ഞാൻ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് ജസ്റ്റ് നമുക്ക് ഫില്ല് ചെയ്താൽ മതി. സോ ഞാനിവിടെ ഉപയോഗിക്കുന്നത് നമ്മുടെ ഹോണ്ടയുടെ തന്നെ ഒറിജിനൽ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് ഉപയോഗിക്കുന്നത്. ഇത് ചീപ്പുമാണ്, മാത്രമല്ല വളരെ നല്ലൊരു എഞ്ചിൻ ഓയിൽ തന്നെയാണ്. ഈ വണ്ടിക്ക് പക്കയാണ്. മാത്രമല്ല ഇത് വെറും 10,000-11,000 കിലോമീറ്റർ മാത്രമേ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. സോ കമ്പനിയുടെ ഈ ഒരു ഫുള്ളി സിന്തറ്റിക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അവർ റെക്കമെൻഡ് ചെയ്യുന്ന അതേ ഗ്രേഡ് ഓയിൽ തന്നെ ഉപയോഗിക്കുക, അതായത് 10W30 തന്നെ ഉപയോഗിക്കുക. ഏറ്റവും നല്ല റിസൾട്ടും എഞ്ചിനും നല്ലത് അത് തന്നെയാണ്. സോ ഇനിയിപ്പോൾ ഞാനിത് ഒഴിക്കാൻ പോവാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. കൂടുതൽ കണ്ടൻസിന് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോസ്റ്റ് നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്യുക. ഹോപ്പ് യു ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.